പതുക്കെ ഇറങ്ങി വാ. ഭാനുമേ, ആ ദാ വരുന്നു. എടാ സൂക്ഷിച്ചിറങ്ങ. ദാ മക്കളെ, ഞാൻ ബാഗ് എടുക്കാം. തോളിലിട്ടോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഭാനുമേ. ഞാൻ മക്കളെ വിട്ടിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോവും, എന്നിട്ട് കടയിലേക്കും. ഉച്ചയ്ക്ക് ഞാൻ ഭാനുമയ്ക്ക് ഊണ് വാങ്ങിച്ചോണ്ട് വരാം. അയ്യോ, പുറത്തുനിന്ന് ഊണ് വാങ്ങിക്കാനോ? അതൊന്നും വേണ്ട. ഇവര് നേഴ്സറിയിലേക്ക് പോയാ പിന്നെ ചീരുവിന്റെ 2 മക്കളും ഞാനും മാത്രമല്ലേ ഉള്ളൂ. ഞാൻ കുറച്ച് കഞ്ഞിയെങ്കിലും വെച്ച് കഴിച്ചോളാം. എനിക്കത് മതി. നീ ഇനി അതിനായിട്ട് ഓടി വരണ്ട. അപ്പൊ ശരി ഭാനുമേ, ഞങ്ങൾ ഇറങ്ങുവാ. ഭാനുമയ്ക്ക് ടാറ്റ കൊടുക്കുക. ടാറ്റാ. ശരിപ്പെട്. പോവാം നമുക്ക്. ടാറ്റാ. നീ ഇപ്പൊ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി മാറ്റി പിള്ളേരെ നഴ്സറി കൊണ്ടുവിടാനുള്ള ഡ്യൂട്ടി ഏറ്റെടുത്തോ? ഇവരെ കൊണ്ടുവിടാനും ആരെങ്കിലും വേണ്ടമ്മേ. ബാക്കി എല്ലാവരും ഹോസ്പിറ്റലിലാ. അപ്പൊ എല്ലാത്തിനും ഉടൻ നീ മാത്രമേ ഉള്ളോ? കൊള്ളാം. അത് ശരി. ബാക്കി എല്ലാവരും ഹോസ്പിറ്റലിൽ പോയിരിക്കാൻ അനന്തമാഷിന് അത്രയ്ക്ക് സീരിയസ് ആണോ? അനന്തമാഷിന് വലിയ കുഴപ്പമൊന്നുമില്ല സുശീലേ. ഇന്നലെ രാത്രി അമ്പിളിക്ക് അച്ഛനെ ഓർത്തിട്ട് എന്തോ വയ്യാഴിക വന്നു. ഓ, അതാ അനുമോക്ക് വീണ്ടും അങ്ങോട്ട് പോകേണ്ടി വന്നത്. മാലപ്പടക്കം പോലെ ഒന്നിനു പുറകെ ഒന്നായി പൊട്ടി വീഴുകയാണല്ലോ ഭാനുമേ. വലിയ കഷ്ടമാണല്ലോ കാര്യങ്ങള്. അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് കഷ്ടം. ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് അമ്മയ്ക്ക് എന്ത് മനസ്സുഖ കിട്ടുന്നത്? ഞാനതിന് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബത്തിൽ ആരും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. നീയും ഭാനുമേയും മാത്രമല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ. നീ ഇപ്പൊ എന്തിനാ സുശീല ഇങ്ങോട്ട് വന്നത്? അത് പറ. സത്യം പറഞ്ഞാലേ ഞാൻ അനന്തം മാഷിനെ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കാണാൻ ഇറങ്ങിയതാ. വഴിയിൽ വെച്ച് വിനീനെ കണ്ടു. അവനാ പറഞ്ഞത് മാഷ് ഐസിയുൽ നിന്നും ഇറങ്ങിയിട്ടില്ലെന്നും റൂമിലേക്ക് മാറ്റാതെ ആരെയും കാണിക്കില്ലെന്നും. എന്നാ പിന്നെ ഇവിടുത്തെ അവസ്ഥ എന്താന്ന് അറിയാലോന്ന് കരുതി കയറിയതാ. എന്തായാലും ഞാൻ വന്നില്ലേ ഇന്ദ്ര. കുട്ടികളെ ഞാൻ നഴ്സറി കൊണ്ടുവിട്ടോളാം. നീ കുറച്ച് സമയമെങ്കിലും നിന്റെ കടയിൽ പോയിരുന്ന അവിടുത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേ. ഇവരെ നഴ്സറി വിടാൻ എത്ര സമയം വേണമേ? ഞാൻ അത് കഴിഞ്ഞ് പൊക്കോളാം. അതെന്താടാ ബിച്ചുമോനെ, ഞാൻ നഴ്സറി കൊണ്ടുവിടാൻ പാടില്ലേ? നിന്റെ ഭാര്യയെ പോലെ നീയും എന്റെ കൊച്ചുമോനെ എന്നിൽ നിന്നും അകറ്റാൻ നോക്കുവാണോ? എന്റെ അമ്മേ, ഞാൻ ഇവരെയും കൊണ്ട് പോകാൻ ഇറങ്ങി നിൽക്കുവല്ലേ. പിന്നെ എന്തിനാ അമ്മയും കൂടെ ബുദ്ധിമുട്ടിക്കുന്നെന്ന് വിചാരിച്ചിട്ടാ. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഇന്ദ്ര. ഈ 2 പിള്ളേരെയും കൊണ്ട് നീ സ്കൂട്ടറിൽ പോകുന്നതിനേക്കാളും നല്ലത് ഞാൻ വന്ന ഓട്ടോയിൽ ഇവരെ കൊണ്ടുപോകുന്നതാ. അല്ലെങ്കിലേ ഈ കുടുംബത്തിന് സമയദോഷം. സൂക്ഷിച്ചും കണ്ടും ഒക്കെ വേണം ഇനി എന്തെങ്കിലും ചെയ്യാനായിട്ട്. ഇന്ദിര, മക്കള് സുശീലയുടെ കൂടെ ഓട്ടോയ്ക്ക് പൊയ്ക്കോട്ടെ. അതാ നല്ലത്. ശരി. നിങ്ങള് മുത്തശ്ശിയുടെ കൂടെ ഓട്ടോയിൽ പൊയ്ക്കോ. വൈകുന്നേരം അച്ഛനും അമ്മയും ഒന്ന് കൂട്ടിക്കോളാം കേട്ടോ. എന്നാ നമുക്ക് പോവാം മക്കളെ. ഞങ്ങൾ പോയിട്ട് വരാൻ ഭാനുമേ. പോയിട്ടോ മക്കളെ. വാ 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 മോൻ വാ. ഇങ്ങോട്ട് വാ വിച്ചു മോനെ, നടക്ക്. കേറ്. ടാറ്റാ. ഞാനും ഇറങ്ങാം ഭാനുമേ. ശരി മോനെ.
മാഷേ, അനന്തം മാഷേ, മാഷേ. ഗുഡ് മോർണിംഗ് മാഷേ. ഗുഡ് മോർണിംഗ്. ഒരു ദിവസമല്ലേ കടന്നു പോയുള്ളൂ ഡോക്ടറെ? യെസ്, മാഷ് ഇവിടെ വന്നിട്ട് 24 hours ആവുന്നുള്ളൂ. മാഷേ, മനസ്സിന് വിഷമമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിനെ ഓർക്കണ്ട. ഇപ്പൊ ആരോഗ്യമാണ് പ്രധാനം. മാഷിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇല്ല ഡോക്ടർ, ഇങ്ങനെ കിടക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല. കൂടുതൽ എനർജറ്റിക് ആയി മുൻപോട്ട് പോകാനുള്ള ഒരു റെസ്റ്റ് പീരീഡ് ആയിട്ട് കണ്ടാൽ മതി. ഡോക്ടർ, എനിക്ക് എല്ലാവരും ഒന്ന് കാണാൻ പറ്റുമോ? തൽക്കാലം ആരെങ്കിലും ഒരാളെ കാണാം. പിന്നീട് ഹെൽത്ത് കണ്ടീഷൻ നോക്കി ബാക്കിയുള്ളവരെയും കാണാം. അതുപോലെ മാഷിനിപ്പോ ആരെയാ കാണണ്ടേ? അനുമോളെ അനുപമയോട് ഒന്ന് വരാൻ പറയാമോ ഡോക്ടർ? ഓക്കെ സിസ്റ്ററെ, അനുപമയോടൊന്ന് വരാൻ പറയും. ശരി ഡോക്ടർ, ഇപ്പൊ പറയാം. ഡോക്ടറെ, പുതിയ ബ്ലോക്ക് വല്ലതും ഉണ്ടോ? നോ നോ നോ, മെഡിസിൻ കൊണ്ട് അലിയിച്ച് കളയാവുന്നതേ ഉള്ളൂ. മാഷിന്റെ ഭാഗ്യം, പിന്നെ മക്കളുടെ പ്രാർത്ഥനയും കൂടി ഉണ്ട്.